ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുത്തെ പുള്ളിയുടെ ചേച്ചിയുടെ വീട്ടിൽ പോകണം. കാരണം ഇവിടെ ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ പരിപാടി ഉണ്ടെങ്കിൽ ഗാർഡനിലൊക്കെ ഗിഫ്റ്റുകൾ ഒളിപ്പിച്ച് വെക്കുക, അതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെ ഒളിപ്പിച്ച് വെക്കുക. അപ്പോൾ ഞങ്ങളത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ഡ്രസ്സ് തപ്പിയിട്ടൊന്നും എനിക്ക് ആ ഡ്രസ്സൊന്നും പറ്റുന്നില്ല. ഞാനതുകൊണ്ട് കഴിഞ്ഞ ദിവസം മേടിച്ച ഡ്രസ്സ് ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ എത്ര അലമാരിയിൽ എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളൊരു മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചതിന് ഇടാന്ന് വെച്ചാൽ കാര്യം പറഞ്ഞാൽ ഇത് വേറൊരു ആവശ്യത്തിന് ഇടാൻ വെച്ചതായിരുന്നു. പിന്നെ ഓർത്ത് ഇന്ന് തന്നെയാണ് അതിൻ്റെ സമയം എന്ന് പറഞ്ഞ് എടുത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തിട്ടു. ഇതാണ് കേട്ടോ ഡ്രസ്സ്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ വണ്ണം പൊക്കം ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു കുറച്ചൊരു ഇതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇൻ ചെയ്യണോ ഇൻ ചെയ്യാതിടണോ അങ്ങനെ കുറേ തവണ ഇങ്ങനെ നോക്കി. അറ്റ് ദി എൻഡ് ഞാൻ വിചാരിച്ചു എന്നാൽ ഇൻ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം ലുക്കായിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചു മാല ഇടണം. ഞാൻ അങ്ങനെ മാല ഇടുന്നു. മാലയും കമ്മലൊന്നും എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ എനിക്കിതിൻ്റെ ഒപ്പം ഒരു മാല ഇടാൻ തോന്നി. ഇതും ഞാൻ അതിൻ്റെ ഒപ്പം മേടിച്ചതാണ്. സോ ഞാൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഇനിയും കുറച്ച് ക്രീമും സൺസ്ക്രീമൊക്കെ ഇട്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ മുഖത്ത് കുറച്ച് പരിപാടിയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മുഖത്ത് ക്രീമും എല്ലാം ഇട്ട് കണ്ണൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് മുടി അങ്ങനെ കെട്ടണം, ഇങ്ങനെ അയച്ചിടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ എങ്ങോട്ടേക്ക് യാത്ര പോകുമ്പോൾ മുടി കെട്ടി വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ മുടി കെട്ടി വെച്ചു. എന്നിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. എന്നിട്ടും എന്തൊക്കെയാണ് കാണിച്ച് 2-3 സ്പ്രേ എല്ലാം അടിച്ചിട്ട് ഞാൻ ഓക്കെ ഇത് മതി എന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ കുറച്ച് പട്ടിഷോ. അങ്ങനെ ഇതാണ് എൻ്റെ ലുക്ക്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. നല്ല വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു എൻ്റെ മുടിയുടെ ഹെയർ സ്റ്റൈൽ ഞാൻ പിന്നെ എന്നിട്ട് മാറ്റി. അത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ വണ്ടിയിൽ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഇവിടെ ചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഗാർഡൻ. ഇവിടെ ഓരോ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ നോർമലായിട്ട് വെക്കും. പക്ഷേ ഇങ്ങനെയല്ല, ഇത് നമുക്ക് ഒരു സ്ഥലത്ത് കാണാൻ പറ്റില്ലാത്ത രീതിയിൽ ഒളിപ്പിച്ച് വെക്കും. അപ്പോൾ എനിക്ക് കിട്ടി എൻ്റെ പേര് എഴുതി വെച്ചിട്ടുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ. ഒരു നല്ല ക്യൂട്ട് ബണ്ണിയുടെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സംഭവം കുടിച്ചു. പക്ഷേ എനിക്കിൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും കൂടി വൈൻ കുടിക്കാമെന്ന് വെച്ചു. പക്ഷേ ഞാൻ കുടിച്ചൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ആ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെയും തിരിച്ചു പോകണം. ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. കാരണം ഇവർക്കൊക്കെ ജോലി ഉള്ളതുകൊണ്ട് ഇന്ന് തന്നെ തിരിച്ചു പോന്നു. ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു 5 മണി 6 മണിയും കണ്ടായിട്ടുണ്ട്. എന്നിട്ടും നോക്കിക്കാൻ എന്ത് വെട്ടാണ്. ഇവിടെ 8 മണിയായാലും ഈ ഒരു വെട്ടാണ് ഈ ഒരു ടൈമിൽ. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ അങ്ങനെ എത്തി. അങ്ങോട്ട് പോയ പോലെ ഇങ്ങോട്ട് വന്നേക്കുന്നത് ഫുൾ തകിടം മറന്നു. മുടിയും ഉടുപ്പും ഇഞ്ചെല്ലാം മാറി. ഇനി ഡ്രസ്സ് മാറുക, എന്നിട്ട് ഇരുന്ന് പഠിക്കുക. കാരണം എനിക്ക് പഠിത്തം അത്യാവശ്യമാണല്ലോ, കറങ്ങി മാത്രം നടന്നാൽ പോരില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകണം. അപ്പോൾ പെട്ടെന്ന് ഡ്രസ്സ് മാറാം. അങ്ങനെ ഡ്രസ്സ് മാറി. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ. ഇത്രയുള്ള വീഡിയോ എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയ ചോക്ലേറ്റ്സ് ഒക്കെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ എനിക്ക് കിട്ടിയ ചോക്ലേറ്റ്സ്. നല്ല ക്യൂട്ട് ബണ്ണിയുടെ ഒക്കെ എനിക്കത് ഇഷ്ടമായി. അതിന് ഞാൻ എങ്ങനെ കഴിക്കുമെന്നാണ് ഓർത്തിരിക്കുന്നത്. പക്ഷേ കഴിച്ചില്ല, എക്സ്പയറി ഡേറ്റ് പോലും. അപ്പോൾ നമ്മൾ എന്തായാലും കഴിക്കണം. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ബൈ.